2012 തട്ടത്തിൻ മറയത്ത് എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം എല്ലാവർക്കും ഈ സിനിമയെ പറ്റി വൻ ചർച്ചയായിരുന്നു. ഇതിലെ സോങ്ങുകൾ എല്ലാവരും പാടി നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു ഈ സിനിമ ഞാൻ കാണാനിടയായത്. അന്നാണ് നിവിൻ എന്ന ആക്ടറിനെ ഞാൻ കാണുന്നത്. പിന്നീടായിരുന്നു ഞാൻ മലർവാടി ആർട്സ് കുറച്ചൊക്കെ കണ്ടിരുന്നത്. തട്ടത്തിൻ മറയതിനു ശേഷം ഇങ്ങനെ എടുക്കുന്ന പടങ്ങളൊക്കെ യൂത്തുകാരുടെ കയ്യിൽ പെട്ടെന്നൊരു സ്ഥാനം കിട്ടി. ആ സമയത്ത് തന്നെയായിരുന്നു ദുൽഖറിൻ്റെയും വരവ്. ഇവർ രണ്ടുപേരുടെയും ഫാൻസുകളുടെ ഫൈറ്റ് അന്നത്തെ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയുമായ ബാംഗ്ലൂർ ഡേയ്സ് ഇറങ്ങുന്നത്. അന്ന് സൂപ്പർ സ്റ്റാർക്ക് പോലും കഴിയാത്ത ഏറ്റവും വലിയ കളക്ഷനായിരുന്നു ബാംഗ്ലൂർ ഡേയ്സിന് കിട്ടിയത്. അതിനുശേഷം നിവിൻ പോളി എന്ന നടൻ്റെ കരിയർ ഗിഫ്റ്റ് ചെയ്ത് ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള സിനിമകൾ, പ്രേമം, ആക്ഷൻ ഹീറോ ബിജു, കായംകുളം കൊച്ചുണ്ണി, അങ്ങനെ ഏത് ക്യാരക്ടറും തന്നെ കൊണ്ട് കഴിയും എന്ന് കാണിച്ചു തന്നു. അൽഫോണുമായി രണ്ടാമത് ചെയ്ത പ്രേമം സൗത്ത് ഇന്ത്യൻ തന്നെ വൻ തരംഗമായി മാറി. ധ്യാനുമായി ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ അതിനുശേഷം നിവിൻ പോളിയുടെ മോശം സമയമായിരുന്നു. 6 കൊല്ലത്തോളം ഒരിറ്റ് പോലും ഇല്ലാതെ കരിയർ അവസാനിച്ചു എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. വർഷം 2025 സർവമായ അദ്ദേഹത്തിൻ്റെ കംബാക്ക് 150 കോടിയോളം കയറി. താൻ എങ്ങും പോയിട്ടില്ല എന്ന രീതിയിൽ തന്നെ ഒരു വലിയൊരു കംബാക്ക്.